ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടും പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ആ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻ ബേസ് ചെയ്താണ്. എല്ലാ സെഷനും നമ്മൾ പഠിക്കണമെന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ എങ്ങനെയാണ് സെഷൻ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതെന്ന് അറിയുമോ? ഒന്നല്ലെങ്കിൽ ആ സെഷനിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സെഷൻ്റെ പ്രസിഡന്റ് വളരെ ഫേമസ് ആയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ സെഷൻ നടന്ന സ്ഥലം ഒരു ഇമ്പോർട്ടൻസ് കാണും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ വേണം INC പഠിക്കുമ്പോൾ മെയിനായും പഠിക്കേണ്ടത്. ഏത് സെഷൻ, ഏത് വർഷം, ആര് പ്രസിഡന്റ്. അതിപ്പോൾ ഏത് ഇമ്പോർട്ടൻറ്റ് സെഷൻ പഠിച്ചാലും നമ്മൾ ഈ 3 കാര്യം കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. കാരണം നമ്മുടെ മുൻ വർഷം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു 3 പാറ്റേൺ ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഇത് രൂപീകരിച്ച വർഷം ഏത് വർഷം എന്നറിയോ? നമ്മുടെ 1885, നമ്മൾ 1885 ഡിസംബർ 28 ആണ് ഇത് രൂപീകരിച്ചത്. ഓക്കെ, ആരാ ഫൗണ്ടർ? A.O. ഹ്യൂമാണ് ഇതിൻ്റെ ഫൗണ്ടർ. രൂപീകരിച്ച സ്ഥലം ബോംബെയിൽ വെച്ചാണ്. സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെഷൻ നടന്നത് ബോംബെയിൽ വെച്ചാണ്. ഏത് വർഷം? 1885 ഡിസംബർ 28. ആരാ സ്ഥാപകൻ? A.O. ഹ്യൂമാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഈ A.O. ഹ്യൂം ഇല്ലേ, ഈ A.O. ഹ്യൂം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇതേ A.O. ഹ്യൂം തന്നെ 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിരുന്നു. 1884 ഏത് സംഘടന? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ചു. അതേ സംഘടന തന്നെയാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറിയതും. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ഈ ഒരു സംഘടനയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് സംഭാവന ചെയ്തത്? ആരെന്നറിയും ഈ സംഘടനയ്ക്ക്? നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാബായി നെഹ്റുജിയാണ് ഈ സംഘടനയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത്. കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു വേർഡ് ഈ സംഘടനയ്ക്ക് കോയിൻ ചെയ്ത വ്യക്തി ആരാ? നമ്മുടെ ദാദാബായി നെഹ്റുജിയാണ്. അപ്പോൾ ആരാ സ്ഥാപകൻ? അത് A.O. ഹ്യൂമാണ്. അത് INU എന്ന പേരിലാണ് 1884 രൂപീകരിച്ചത്. 85 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടനയായി. കേട്ടോ, ആ പേര് നൽകിയത് ആരാ? നമ്മുടെ ദാദാബായി നെഹ്റുജിയാണ്. 1885 ബോംബെയിൽ വെച്ച്. അതും ഈ ഫസ്റ്റ് സെഷൻ ആക്ച്വലി ഇത് ആദ്യം നടത്താനിരുന്നത് പൂനെയിലായിരുന്നു. പക്ഷെ പൂനെയിൽ അന്ന് നമ്മുടെ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം ഭയങ്കരമായി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് അത് നമ്മുടെ ബോംബെയിലേക്ക് ചേഞ്ച് ചെയ്യുകയായിരുന്നു. ശരിക്കും നടത്തായിരുന്നു എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. പിന്നീടാണ് ബോംബെയിലേക്ക്. അത് പ്ലേഗ്, നമുക്കൊരു ബാക്ടീരിയൽ രോഗാണുവാണ് പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടും അല്ലേ. ഈ അസുഖം ഭയങ്കരമായി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് ബോംബെയിലേക്ക് മാറ്റിയത്. അന്ന് ഈ ഒരു സെഷനിൽ, നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത് 72 പേരാണ്. കേട്ടോ, 72 പേരാണ് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്തത്. ആരെന്നറിയോ? നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് W.C. ബാനർജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആരാണ്? W.C. ബാനർജി. ഏത് വർഷം? 1885 എവിടെയാ? ബോംബെയിലാണ് ഇത് രൂപീകരിച്ചത്. എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു 4 സെഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ സെഷൻ ഞാൻ അടുപ്പിച്ചുള്ള വർഷമാണ്. ഏതൊക്കെ വർഷം? 86, 87, 88. എവിടെയൊക്കെ നോക്ക്. രണ്ടാമത്തെ സെഷൻ നടന്നത് നമ്മുടെ കൽക്കട്ടയിൽ വെച്ചാണ്. ഫസ്റ്റ് ബോംബെ, രണ്ടാമത്തത് കൽക്കട്ടയിൽ വെച്ചായിരുന്നു. നമ്മുടെ ദാദാബായി നെഹ്റുജി അല്ലെ, നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ആയ
നമ്മുടെ ദാദാബായി നെഹ്റുജി ആയിരുന്നു രണ്ടാമത്തെ INC പ്രസിഡന്റ്. ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചതാണ്, ഹു വാസ് ദി സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ആരാണ്? ദാദാബായി നെഹ്റുജി ആയിരുന്നു. അത് 434 പേര്. ഇത് ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചേട്ടാ. രണ്ടാമത്തെ സെഷനിൽ എത്ര പേര് പങ്കെടുത്തു കേട്ടോ? ഫസ്റ്റ് സെഷൻ 72, സെക്കൻഡ് സെഷൻ 434. പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ റിപ്പീറ്റഡ് ചോദിക്കാം. 434 പേരാണ് രണ്ടാമത്തെ സെഷനിൽ പങ്കെടുത്തത്. ദാദാബായി നെഹ്റുജി ആയിരുന്നു ആ സെഷന്റെ പ്രസിഡന്റ്. നമ്മുടെ ദാദാബായി നെഹ്റുജി എന്ന് പറയുമ്പോൾ നമ്മുടെ പാഴ്സി മതവിഭാഗത്തിലെ ഒരാൾ കൂടിയാണ്. ചോദിക്കും, ഹു വാസ് ദി ഫസ്റ്റ് പാഴ്സി പ്രസിഡന്റ് ഓഫ് INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ദാദാബായി നെഹ്റുജി ആണ്. ഓക്കെ, ദെൻ തേർഡ് സെഷൻ നമ്മുടെ 87 മദ്രാസിൽ വെച്ച്, ബോംബെ, കൽക്കട്ട, ദെൻ തേർഡ് വൺ മദ്രാസ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ 3 സിറ്റികളാണ് അല്ലേ, ബോംബെ, കൽക്കട്ട, മദ്രാസ്. സോ മൂന്നാമത്തെ മദ്രാസിലാണ് പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജി. അടുത്ത ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ബദറുദ്ദീൻ ത്യാബ്ജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഏ സെഷൻ? മദ്രാസ് സെഷൻ. ഏ സെഷനാണ്? മദ്രാസ് സെഷൻ. ദെൻ നാലാമത്തെ സെഷൻ 88, 1888 നാലാമത്തെ സെഷൻ പറഞ്ഞത്. അത് നമ്മുടെ അലഹബാദ് വെച്ചായിരുന്നു. എവിടെ വെച്ചായിരുന്നു? അലഹബാദ് സെഷൻ. അലഹബാദ് വെച്ചായിരുന്നു. സോ പ്രസിഡന്റ് ആരാ? ജോർജ് യൂൾ. ഇമ്പോർട്ടൻറ്റ് സെഷനാണ് ജോർജ് യൂൾ. കാരണം എന്താ, ജോർജ് യൂൾ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് കേട്ടാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് ആരാ? ഫോറിൻ പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. ആദ്യത്തെ വിദേശി പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ ആണ്. ഏത് വർഷം? 1888. സെഷൻ? അലഹബാദ് സെഷൻ. അലഹബാദ് സെഷനിൽ വെച്ചാണ് ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയതിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ 85, 86, 87, 88 ഏതൊക്കെയാ? ഫസ്റ്റ് ബോംബെ, സെക്കൻഡ് കൽക്കട്ട, തേർഡ് മദ്രാസ്, ഫോർത്ത് വൺ അലഹബാദ്. ആരൊക്കെ പ്രസിഡന്റ്? ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? WC ബാനർജി. ഫൗണ്ടർ ആരാ? അത് ബാനർജി അല്ല, ഫൗണ്ടർ ആരാ? എ ഹ്യൂമാണ്. എ ഹ്യൂമാണ് ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് സെക്രട്ടറി കേട്ടോ. INCയുടെ ആദ്യത്തെ സെക്രട്ടറി എ ഹ്യൂമായിരുന്നു കേട്ടോ. എ ഹ്യൂമായിരുന്നു ഫൗണ്ടർ, പക്ഷെ അദ്ദേഹം സ്വീകരിച്ച പദവി സെക്രട്ടറി ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ചോദിച്ചാൽ എ ഹ്യൂമും, ഫസ്റ്റ് പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? WC ബാനർജിയുമാണ്. ആദ്യത്തെ ഫോറിൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ വിദേശി പ്രസിഡന്റ് ആരാടാ? അത് ജോർജ് യൂളാണ്. ജോർജ് യൂളാണ് ആദ്യത്തെ എന്താണ്? ഫോറിൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്താണ്? ഹൗ മെനി ഡെലിഗേറ്റ്സ് അറ്റൻഡ് ദി ഫസ്റ്റ് സെഷൻ ഓഫ് INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെഷനിൽ എത്ര പേരാണ് പങ്കെടുത്തത്? നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. എത്ര പേരാടാ? 72 പേര് അല്ലേ. 1885 ഡിസംബർ 28 ഫസ്റ്റ് സെഷൻ. ഇവിടെ ചേർന്ന സെഷൻ ബോംബെയിലെ സെഷനിൽ എത്ര പേരാ പങ്കെടുത്തത്? 72 പേരാണ് ഈ സെഷനിൽ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. ഫസ്റ്റ് സെഷൻ ഓഫ് INC എത്ര പേര്? 72 പേര്. ഓക്കെ, ഇതിനടുത്ത ദിവസം പോയല്ലോ. രണ്ടാമത്തെ ചോദ്യം, വാസ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് മാൻ ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് INC? യെസ്, നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിഡന്റ് ആര്? വിദേശീയ പ്രസിഡന്റ് ആരാടാ? ഓപ്ഷൻ സി ജോർജ് യൂൾ ആണ് അല്ലെ. ഏത് വർഷം? 1888. എ സെഷൻ? അലഹബാദ് സെഷൻ. 1888 അലഹബാദ് സെഷൻ. ആരാ പ്രസിഡന്റ്? ജോർജ് യൂൾ. INCയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രസിഡന്റ്, വിദേശിയായ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് യൂൾ. 88 സെഷൻ അലഹബാദ് സെഷൻ. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, യെസ്, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ നാഷണൽ സോങ് വന്ദേ മാതരം വാസ് സോങ് ഫോർ ദി ഫസ്റ്റ് ടൈം? നമ്മുടെ നാഷണൽ സോങ് ആണ് അല്ലേ, ദേശീയ ഗീതമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത് അല്ലേ. വന്ദേ മാതരം ഇന്ത്യയുടെ നാഷണൽ സോങ്. ഹൂ റോട്ട് വന്ദേ മാതരം? ആരാണ് ഈ വന്ദേ മാതരം എഴുതിയെന്ന് അറിയാമോ? വന്ദേ മാതരം എഴുതിയത് നമ്മുടെ ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര
ചാറ്റാർജി അല്ലേ, നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റാർജിയുടെ ഒരു ബംഗാളി നോവലായിരുന്നു ആനന്ദ് മത്ത് എന്ന് പറയുന്ന, നമ്മുടെ ആനന്ദമത്ത് അല്ലേ, ബംഗാളി നോവലിസ്റ്റായ ബങ്കിംചന്ദ്ര എഴുതിയ ആനന്ദമത്ത് എന്ന് പറയുന്ന നോവലിലാണ് ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ പോയം എഴുതിയിട്ടുള്ളത് അല്ലേ. സോ ചോദിക്കും, ഹൂ റോട്ട് വന്ദേ മാതരം? ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റാർജി. വിച്ച് നോവൽ? ആനന്ദമത്ത്. അതുപോലെ ഈ ആനന്ദമത് ബംഗാളിൽ നടന്ന ഒരു ഇൻസിഡന്റുമായി ബേസ് ചെയ്ത് എഴുതിയ ഒരു നോവലാണ്. എന്തെന്നറിയാമോ? ബംഗാളിൽ നടന്ന സന്യാസി റിബല്യൻ, സന്യാസി കലാപം കേട്ടോ. നമ്മുടെ ബംഗാളിൽ നടന്ന സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട് ബങ്കിം ചന്ദ്ര ചാറ്റാർജി എഴുതിയ നോവലാണ് ഏത്? ആനന്ദമത്. ആ ആനന്ദമത് നോവലിലാണ് ഇതിനെ പറ്റി പരാമർശിക്കുന്നത്, വന്ദേ മാതരം എന്ന പോയിനെ പറ്റി എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം എന്താ? ഈ വന്ദേ മാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സെഷനിൽ വെച്ചാണ് പാടിയത്? സോ സെഷൻ 1896 ഇതായിരുന്നു വർഷം. 1896 സെഷൻ. ഓപ്ഷൻ ബി കൽക്കട്ട സെഷൻ. 1896 കൽക്കട്ട സെഷനിൽ വെച്ചാണ് ഇത് ആലപിച്ചത്. നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് പാടിയത് കേട്ടോ. ഈ സെഷനിൽ ഇത് പാടിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് പാടിയത്. ഏത് വർഷം? 1896 ഏത് സെഷൻ? കൽക്കട്ട സെഷൻ. ഏത്? നാഷണൽ സോങ്. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ നാഷണൽ ആന്തം ഇല്ലേ? നമ്മുടെ നാഷണൽ ആന്തം ഏതാ? നമ്മുടെ ജനഗണമന അല്ലേ. നമ്മുടെ ജനഗണമന ഇല്ലേ? അതാരാ എഴുതിയ ജനഗണമന? എഴുതിയത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ് അല്ലേ. ഈ ജനഗണമന ആദ്യമായി ആലപിച്ച INC സെഷൻ ചോദിക്കും. ഇവിടെ നാഷണൽ സോങ്, നാഷണൽ ആന്തം സെയിം, അതും ഒരു കൽക്കട്ട സെഷൻ തന്നെയാണ്. കൽക്കട്ട സെഷൻ, പക്ഷെ വർഷം 1911 കേട്ടോ. 1911 കൽക്കട്ട സെഷൻ. അതിലാണ് ജനഗണമന ആദ്യമായി പാടിയത്. ജനഗണമന എഴുതിയത് ആരാ? രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് പാടിയതെന്ന നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു നീസാണ്. നീസിന്റെ പേരാണ് സരളാദേവി എന്ന് പറയും കേട്ടോ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ നീസായ സരളാദേവിയാണ് 1911 കൽക്കട്ട സെഷനിൽ എന്താലപിച്ചത്? ജനഗണമന ആലപിച്ചത് കേട്ടോ. അപ്പൊ നാഷണൽ സോങ് പാടിയത് 1896, നാഷണൽ ആന്തം പാടിയത് 1911. പിന്നെ അതുപോലെ ഈ രണ്ട് സെഷൻ നമ്മൾ പ്രസിഡന്റുമാരെ നോക്കിയില്ലല്ലേ. 1986 1986 പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1986 പ്രസിഡന്റ് പേരാണ് റഹ്മത്തുള്ള സയനി. അതുപോലെ 1911 INC പ്രസിഡന്റ് ആണ് BN ദാർ എന്ന് പറയും. BN ദാർ കേട്ടോ. 86 നാഷണൽ സോങ് പാടിയപ്പോൾ ANC പ്രസിഡന്റ് റഹ്മത്തുള്ള സൈനി. നാഷണൽ ആന്തം 1911 BN ദാർ. സെഷൻ രണ്ടും ഏത് സെഷൻ തന്നെയാണ്? കൽക്കട്ട തന്നെയാണ് കേട്ടോ. രണ്ട് പാട്ട് പാടിയതും കൽക്കട്ട സെഷൻ തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായ വർഷങ്ങളെന്നേ ഉള്ളൂ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണിത് കേട്ടോ. ആരെഴുതി, ആര് പാടി, അതുപോലെ ഏത് സെഷൻ, ദെൻ ഏത് വർഷം, ആരാണ് പ്രസിഡന്റ്. കൃത്യമായി രണ്ടുകൂടെ കമ്പാരിസൺ ചെയ്ത് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ വിച്ച് സെഷൻ ഓഫ് INC സ്പ്ലിറ്റ് ഇൻ ടു 2 parts, മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. 1907 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ INC രണ്ട് വിഭാഗമായി എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. മോഡറേറ്റ്സ് മിതവാദികളും എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദികളും. മിതവാദികൾ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സമാധാനമായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ളവരാണ് എക്സ്ട്രീമിസ്റ്റ്. അങ്ങനെ രണ്ട് വിഭാഗമായി നമ്മുടെ കോൺഗ്രസ് സ്പ്ലിറ്റായി. അത് നമ്മൾ പറയും 1907 സൂരറ്റ് സ്പ്ലിറ്റ് എന്ന് പറയും അല്ലേ. 1907 സംഭവം സൂരറ്റ് സ്പ്ലിറ്റ് അല്ലേ. സൂരറ്റ് സ്പ്ലിറ്റ്. അപ്പോൾ ഏത് സെഷനാ? യെസ്, 1907 സെഷൻ സൂരറ്റ് സെഷൻ. 1907 സൂരറ്റ് സെഷനിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് വിഭാഗമായി എന്ത് ചെയ്തു? പൊട്ടിപ്പോയി അല്ലേ. മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും അല്ലേ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. ദെൻ ആരാണ് ഈ സെഷന്റെ പ്രസിഡന്റ് എന്നറിയോ? അതും ചോദിക്കും. ആരാണ് ഈ സെഷന്റെ പ്രസിഡന്റ്? ആരെന്നറിയോ? സെഷന്റെ പ്രസിഡന്റ് നമ്മുടെ റാഷ് ബിഹാരി ഘോഷാണ് കേട്ടോ. ആരാണ്?
റാഷ് ബിഹാരി ഘോഷ് ആണ് ഈ സെഷൻ്റെ എന്താണ് പ്രസിഡന്റ്. ഏത് വർഷം? 1907 നമ്മുടെ സൂരറ്റ് സെഷനിൽ വെച്ചാണ് ഈ സൂരറ്റ് സ്പ്ലിറ്റ്, കോൺഗ്രസ് രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു. മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമായി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ആ സെഷന്റെ പ്രസിഡന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിരിക്കുക. ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ് നമ്മുടെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സൂരറ്റ് സെഷൻ 1907. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ഫേമസ് ലക്നോ പാക്ട് സൈൻഡ്? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലക്നോ പാക്ട്, അതായത് ലക്നോ സെഷൻ. നമ്മുടെ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നോ സെഷൻ ആണ്. ഈ സെഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെഷനിൽ വെച്ചാണ് നമ്മുടെ നേരത്തെ പിരിഞ്ഞു പോയ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ഇല്ലേ, കുറച്ച് നമ്മൾ ഇറങ്ങിയ സൂരറ്റ് സ്പ്ലിറ്റ് അല്ലേ, നമ്മുടെ സൂരറ്റിൽ വെച്ച് രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും വീണ്ടും ഒരുമിച്ചത് ഏത് സെഷനിൽ വെച്ചാൽ? ഈ ഒരു സെഷനിൽ വെച്ചാൽ. കാരണം ഈ സെഷനിൽ വെച്ച് നമ്മുടെ കോൺഗ്രസിന്റെ രണ്ട് വിഭാഗം മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും എന്ത് ചെയ്യും? ഒരിക്കൽ കൂടി എന്ത് ചെയ്യും? ഒരുമിക്കും. അത് മാത്രമല്ല, ഈ ഒരു സെഷനിൽ വെച്ച് നമ്മുടെ മറ്റൊരു സംഘടന കൂടി ഈ ഒരു സെഷനിൽ പങ്കെടുക്കും. ആരെന്നറിയോ? നമ്മുടെ മുസ്ലിം ലീഗ്. കേട്ടോ, മുസ്ലിം ലീഗ് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സെഷൻ കൂടിയാണ് ഏത്? 1916 സെഷൻ, ലക്നോ സെഷൻ. ഇതിൽ മുസ്ലിം ലീഗും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലായിരുന്നു സന്ധി ഒപ്പുവെച്ചാണ് ലക്നോ പാക്ട് ഈ സൈൻഡ് ബിറ്റ്വീൻ ആരൊക്കെ? മുസ്ലിം ലീഗ് ആൻഡ് INCയും മുസ്ലിം ലീഗും തമ്മിലായിരുന്നു ലക്നോ സന്ധി, ലക്നോ പാക്ട് എന്ത് ചെയ്ത്? സൈൻ ചെയ്ത്. ഏത് വർഷം? 1960. ഈ ക്വസ്റ്റ്യൻ ഒരു പേരോട് ചോദിക്കും, ഈ സംഘടനകൾക്ക് വേണ്ടി ആരാണ് ഇത് ഒപ്പുവെച്ചതെന്ന് ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇത് ഒപ്പുവെച്ചത് നമ്മുടെ ലോകമാന്യ. ആരാണ് ഈ ലോകമാന്യ? അതൊരു നിക്നെയിം ആണല്ലേ, ലോകമാന്യ ബാലഗംഗാധർ തിലക്. കേട്ടോ, ലക്നോ പാക്റ്റില് INCക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? നമ്മുടെ ബാലഗംഗാധർ തിലകും. ആരെന്നറിയാമോ? മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത്? മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് നമ്മുടെ മുഹമ്മദ് അലി ജിന്നയും. കേട്ടോ, മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധർ തിലകും തമ്മിലായിരുന്നു ഏ സന്ധി? ലക്നോ പാക്ട് സൈൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ INCയും ആര്? മുസ്ലിം ലീഗും തമ്മിൽ. ഏത് വർഷം? 1916 സെഷൻ, ലക്നോ സെഷൻ. ഒരു കാര്യത്തോട് പഠിക്കണ്ടേ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആയതുകൊണ്ട് പ്രസിഡന്റ് നോക്കണം അല്ലേ. പ്രസിഡന്റിന്റെ പേരാണ് AC മജുംദർ എന്ന് പറയും. ആരാണ്? AC മജുംദർ. കേട്ടോ, AC മജുംദർ ആണ് ഈ സെഷന്റെ പ്രസിഡന്റ്. കേട്ടോ, ഈ സെഷൻ പ്രസിഡന്റ് ആരാടാ? AC മജുംദർ. ഏത് വർഷം? 1916. 1916 ലക്നോ സെഷൻ പ്രസിഡന്റിന്റെ പേരെന്താണ്? AC മജുംദർ ആണ് പ്രസിഡന്റ്. ഏത് വർഷം? 1916 ലക്നോ സെഷൻ എന്ന് പറയും. പ്രസിഡന്റ് ആരാടാ? AC മജുംദർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഗാന്ധിജി ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC ഇൻ വിച്ച് സെഷൻ? സെഷനിലാണ് ഗാന്ധിജി INCയുടെ പ്രസിഡന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഗാന്ധിജി വന്ന വർഷം ഏത് വർഷം എന്ന് പറഞ്ഞാൽ 1924 ബെൽഗം സെഷൻ. കേട്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധി സെഷനായ സെഷന്റെ പേര് ചോദിക്കും. 24 ബെൽഗം സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരൊറ്റ തവണ മാത്രമാണ് ഗാന്ധിജി INC എന്തായിട്ടുള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഏത് വർഷമാണ്? 1924 ബെൽഗം സെഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഒരൊറ്റ തവണ മാത്രമാണ് ഗാന്ധിജി എന്തായിട്ടുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ഏത് വർഷം? 1924 സെഷൻ, ബെൽഗം സെഷൻ. 1924 ബെൽഗം സെഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് INC? INCയുടെ പ്രസിഡന്റ് ആയത് ഇന്ത്യൻ വുമൺ ആര്? ഫസ്റ്റ് ആരെന്നറിയോ? INCയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ ഇന്ത്യൻ അല്ല ചോദിക്കും. ഹു വാസ് ദി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആനി ബെസന്റ് ആയിരുന്നു. ആനി ബെസന്റ് ആണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. പക്ഷെ പുള്ളി ഒരു ഫോറിനർ അല്ലെ, ഒരു ഐറിഷ് വുമൻ, ഒരു അയർലൻഡുകാരിയായിരുന്ന ആര്? നമ്മുടെ ആനി ബെസന്റ്. അപ്പൊ വിദേശി കൂടിയായിരുന്നു. ഫസ്റ്റത്തെ വിദേശി വനിതയായിരുന്നു ആര്?
നമ്മുടെ ആനി ബസന്റ്. ആദ്യത്തെ വനിതയുമാണ്, ആദ്യത്തെ ഫോറിൻ വുമൺ കൂടിയാണ് ആര്? ആനി ബസന്റ്. 1917 കൽക്കട്ട സെഷനിലായിരുന്നു ആനി ബസന്റ് പ്രസിഡന്റ് ആയത്. ആദ്യത്തെ ഫസ്റ്റ് വുമൺ ആര്? ആനി ബസന്റ്. ഏത് വർഷം? 1917 കൽക്കട്ട സെഷനിലാണ് ആനി ബസന്റ് ആരായത്? പ്രസിഡന്റ് ആയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ നമ്മുടെ സരോജിനി നായിഡു. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, സരോജിനി നായിഡു ആണ് ആദ്യത്തെ ഇന്ത്യൻ വുമൺ. ആദ്യത്തെ ഇന്ത്യൻ വരുന്ന INC പ്രസിഡന്റ് ആയത് സരോജിനി നായിഡു. വിവിധ ഈ MDS ചോദിച്ചാണ് ഏത് വർഷം? 1925. അത് ഗാന്ധിജി ആയതിന്റെ തൊട്ടടുത്ത വർഷം. ഗാന്ധി എപ്പോഴാ? 24, കുറച്ചു മുമ്പ് കണ്ടതാ. 24 ഗാന്ധിജി, 25 സരോജിനി നായിഡു. സെഷൻ കാൺപൂർ സെഷൻ, അതും ചോദിക്കും കേട്ടോ. 24 ബെൽഗം സെഷൻ, 25 കാൺപൂർ സെഷൻ. ബെൽഗം സെഷൻ ആരാ? ഗാന്ധിജി. കാൺപൂർ സെഷൻ ആരാ? സരോജിനി നായിഡു ആയിരുന്നു കാൺപൂർ സെഷൻ. 24, 25. 1924, 25. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് വുമണും ഫസ്റ്റ് ഇന്ത്യൻ വുമണും. ഓക്കെ. വുമണ് ആനി ബസന്റ് വിദേശി. ഇന്ത്യൻ വുമൺ ആരാ? സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് സെഷൻ ഓഫ് INC passes the resolution of പൂർണ്ണ സ്വരാജ് ഓർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്? നമ്മുടെ പൂർണ്ണ സ്വരാജ്, അത് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം, അതിനാണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അത് നമുക്ക് ഇന്ത്യക്ക് ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ INC എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഏത് വർഷം എന്നറിയൂ? 1929. അത് ഏത് സെഷൻ എന്നാ ചോദ്യം? സെഷൻ ലാഹോർ സെഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. പൂർണ്ണ സ്വരാജ് ലാഹോർ സെഷൻ 1929. 1929 ലാഹോർ സെഷനിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ എന്ത് ചെയ്തത്? പാസ് ചെയ്തത് കേട്ടോ. പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്ത വർഷം ഏതാണ്? 1929. സെഷൻ ലാഹോർ സെഷനിൽ വെച്ചാണ് അത് പാസ് ചെയ്തത്. ആരെന്നറിയ സെഷനിലെ പ്രസിഡന്റ്? ഈ സെഷനിലെ പ്രസിഡന്റ് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നമ്മുടെ ചാച്ചാജി നെഹ്റു ആയിരുന്നു ഈ സെഷന്റെ പ്രസിഡന്റ് കേട്ടോ. 1929 സെഷൻ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സെഷന്റെ പ്രസിഡന്റ്. ഏത് വർഷം? 1929. സെഷൻ ലാഹോർ സെഷൻ. ആരാ പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, ഈ സെഷനിൽ വെച്ചാണ് നമ്മുടെ ഈ സിവിൽ ഡിസൊബിഡൻസ് മൂവ്മെന്റിന്റെ, നമ്മുടെ സിവിൽ നിയമന പ്രസ്ഥാനമില്ലേ, ഏത് വർഷം? 1930. അല്ലെ, നമ്മുടെ 1930 സിവിൽ ഡിസൊബിഡൻസ് മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ, പ്രമേയം പാസ് ചെയ്തത് ഏത് സെഷനിൽ എന്ന് വെക്കും? 29 ലാഹോർ സെഷനിൽ വെച്ച. ഇത് ആരംഭിച്ച് 1930 പക്ഷെ അതിന്റെ പ്രമേയം, സിവിൽ ഡിസൊബിഡൻസ് മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 1929 ഈ ഏതാണ്? ഈ ലാഹോർ സെഷനിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രമേയം പാസ് ചെയ്തത് കേട്ടോ. അപ്പൊ പൂർണ്ണ സ്വരാജ് ആഘോഷിച്ചത് ഏത് വർഷമാണ്? 1929. അതാണ് ഈ പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു 1930 ജനുവരി 26 കേട്ടോ. അതായത് 1929 പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും 1930 ജനുവരി 26 നമ്മുടെ ലാഹോറിൽ വെച്ച് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ആരുയർത്തും? ജവഹർലാൽ നെഹ്റു ഉയർത്തും. അതാണ് നമ്മുടെ ഈ ജനുവരി 26 നമ്മുടെ 1950 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കേണ്ട പ്രധാന കാരണം ഈ ഒരു സംഭവമായിരുന്നു. എന്താണ്? 1930 ജനുവരി 26 എന്താണ് നമ്മുടെ പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ആരാദ്യമായി ഉയർത്തിയത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഉയർത്തിയത്. ഏത് വർഷമാണ്? 1930 ജനുവരി 26. അതുകൊണ്ടാണ് 1950 ജനുവരി 26 നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ എന്ത് ചെയ്യുന്നത്? ആഘോഷിച്ചത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. 1929 ലാഹോർ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഹൂ പ്രസിഡന്റ് ഓവർ ദി കറാച്ചി സെഷൻ ഓഫ് INC ഇൻ 1931? നമ്മളിപ്പോൾ ലാസ്റ്റ് 2022 CHSL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1931 വർഷം നോക്കിയോ, ഇമ്പോർട്ടൻ്റ് ആണ്. കറാച്ചി സെഷൻ ആര് പ്രസിഡന്റ്? നമ്മൾ കുറച്ച് മുമ്പ് നോക്കി 1929 ഏത് സെഷൻ ആയിരുന്നു? ലാഹോർ സെഷൻ പൂർണ്ണ സ്വരാജ്. 31 കറാച്ചി സെഷൻ. പ്രസിഡന്റ് ആര്? പ്രസിഡന്റിനാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മുടെ പ്രസിഡന്റ് വേറെ ആരുമില്ല, നമ്മുടെ
സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സെഷനാണ് ഏത്? 1931 സെഷൻ, കറാച്ചി സെഷൻ. ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ പറ്റി പരാമർശിച്ചതൊക്കെ അല്ലേ, നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ പറ്റി പരാമർശിച്ച ഈ കറാച്ചി സെഷനിൽ വെച്ച ഏത് വർഷം? 1931. ആ സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആ സെഷൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെഹ്റു ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ, നമ്മുടെ ലാഹോർ സെഷനിലാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി അതുപോലെ നമ്മൾ കണ്ടതാണ് 1924 ബെൽഗം സെഷൻ. അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണെന്നറിയോ? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം. 2 തവണയാണ് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആയത്. 1938 ഏത് സെഷൻ എന്നറിയോ? ഹരിപുര സെഷൻ. ആദ്യമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ഏത് വർഷം എന്നറിയാമോ? ഹരിപുര സെഷൻ. ഏത് വർഷം? 1938. അങ്ങനെ ഈ സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വന്ന സമയത്ത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. കാരണം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണല്ലേ. അപ്പോൾ മോഡറസ് വിഭാഗത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആര് പ്രസിഡന്റ് ആയതിനോട്? സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മറ്റൊരു ഒരു പ്രസിഡന്റിൻ്റെ തന്നെ ഇലക്ഷൻ വന്നു 1939. അത് 1939 തൊട്ടാണ് ഈ INCയുടെ പ്രസിഡന്റുമാരെ ഇലക്ഷനിൽ കൂടെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ ജസ്റ്റ് ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? പ്രസിഡന്റ് ആക്കുകയായിരുന്നു. പക്ഷേ INCയുടെ പ്രസിഡന്റ് ഇലക്ഷൻ ആദ്യമായിട്ട് ഇലക്ഷനിൽ കൂടെ കേട്ടോ, വോട്ടെടുപ്പ് നടത്തി ഇലക്ഷനിൽ കൂടെ ആദ്യമായിട്ട് എന്താണ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയ വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1939 അന്ന് നമ്മുടെ ത്രിപുരി സെഷനായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ 2 കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസും വേറെ നമ്മുടെ ഗാന്ധിജി ഒരാളെ നോമിനേറ്റ് ചെയ്തു. വേറെ ആരുമില്ല, നമ്മുടെ പട്ടാമ്പി സീതാരാമയ്യ. നമ്മുടെ പട്ടാമ്പി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലായിരുന്നു ഇലക്ഷൻ. ഏത് വർഷം? 1939 ത്രിപുരി സെഷൻ. പക്ഷേ ഇലക്ഷനിൽ ജയിച്ചത് ആര് തന്നെയാണ്? ഇലക്ഷനിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തന്നെ ജയിക്കും. അങ്ങനെ ഇലക്ഷനിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ INC പ്രസിഡന്റ് ആരെന്നൂടെ ചോദിച്ചാൽ നമുക്ക് പറയാം ആരാണത്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ആദ്യത്തെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്ന വർഷം ഏതാ? 1939. ബാക്കി അതിന് മുമ്പുള്ള പ്രസിഡന്റുമാരെല്ലാം തിരഞ്ഞെടുത്ത് എന്താണ്? ഒരു പ്രത്യേക ഒരാളെ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യത്തെ ഇലക്ഷൻ നടന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത് സുഭാഷ് ചന്ദ്ര ബോസാണ്. ഏത് വർഷം? 1939. അപ്പോൾ 2 സെഷനിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് എന്തായത്? പ്രസിഡന്റ് ആയത്. ഏതൊക്കെ? 38 ഹരിപുരയും 39 ത്രിപുരിയും ആണ്. ഇവിടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഈ 39 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയെങ്കിലും വീണ്ടും ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രശ്നങ്ങളായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് വന്നതിനോട് മോഡറേറ്റ്സിന് അത്ര താല്പര്യമില്ലായിരുന്നു. ഏറ്റവും അവസാനം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ INCയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് INCയുടെ മെമ്പർഷിപ്പ് തന്നെ രാജിവെച്ച് പുറത്തു പോകുകയും 1939 നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയും. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏത് വർഷമാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആരംഭിച്ചത്? ഫോർവേഡ് ബ്ലോക്ക് 1939. ആരാ ഫൗണ്ടർ? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് അതിൻ്റെ ഫൗണ്ടർ കേട്ടോ. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആരാടാ? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഏത് വർഷം? 1939. എന്ത് സ്ഥാനം കളഞ്ഞിട്ട് പോയ പുള്ളി ആ പാർട്ടി ഉണ്ടാക്കിയത്? INCയുടെ പ്രസിഡന്റ് സ്ഥാനം. സെഷൻ? ത്രിപുരി സെഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് സെഷൻ കൂടിയാണ് കേട്ടോ ഇത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, The resolution of Quit India movement was passed in which session of following cities? അതായത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഏത് വർഷമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചത് അറിയോ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം 1942 അല്ലേ. അപ്പോൾ 1942 നമ്മുടെ ഓഗസ്റ്റ് 8 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സെഷനിൽ വെച്ചാണ് ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തത് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ നേരത്തെ നമ്മൾ കണ്ടില്ലേ, സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെൻറ്റ് റെസൊല്യൂഷൻ പാസ് ചെയ്തത് എപ്പോഴായിരുന്നു? 1929 ലാഹോർ സെഷനിൽ വെച്ച്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 1942 ഓഗസ്റ്റ് 8 ബോംബെ സെഷൻ. സോ ആൻസർ ബോംബെ സെഷനിൽ വെച്ചാണ് പാസ് ചെയ്ത്. അങ്ങനെ 1942 ഓഗസ്റ്റ് 9 എന്താരംഭിക്കുകയും ചെയ്തു?
ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അല്ലേ. ഓഗസ്റ്റ് 8 റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നു ബോംബെയിൽ വെച്ച്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ആരെന്നറിയോ ഈ സെഷൻ പ്രസിഡന്റ്, ഈ ബോംബെ സെഷൻ പ്രസിഡന്റ് ആരെന്നറിയോ? പ്രസിഡന്റ് നമ്മുടെ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു ആര്, നമ്മുടെ ഈ അബുൽ കലാം ആസാദ് അല്ലെ. ഫ്യൂച്ചറിൽ അല്ലെ 1942 INCയുടെ ബോംബെ സെഷൻ പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. പിന്നീട് ഇന്ത്യയുടെ നമ്മുടെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടിയായിരുന്നു ആര്, ഈ മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11 എന്താ, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ് അല്ലേ. ദേശീയ വിദ്യാഭ്യാസ ദിനം, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ എന്താണ്, നവംബർ 11. അത് ആരുടെ ജന്മദിനമാണ്? ബർത്ത്ഡേ ഓഫ് മൗലാന അബുൽ കലാം ആസാദ്. എന്തുകൊണ്ടാണ്? അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അദ്ദേഹമായിരുന്നു ബോംബെയിൽ 1942 സെഷന്റെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ട് കേട്ടോ, ചോദിക്കും കേട്ടോ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയും. ഇന്ത്യ വിൻസ് ഫ്രീഡം, ആരുടെ ഓട്ടോബയോഗ്രഫി കേട്ടോ, ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഇമ്പോർട്ടൻ്റ് ബുക്കാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്? ആരുടെയാണ്? നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേര്, ഓട്ടോബയോഗ്രഫിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു 1942 ബോംബെ സെഷന്റെ പ്രസിഡന്റ്. ആ സെഷനിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ് ചെയ്തത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിച്ച വർഷം ചോദിച്ചാലും ഏതാ, 1942 ഓഗസ്റ്റ് 9 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് INC ഡ്യൂറിങ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്? ആരെന്നറിയോ? നമ്മുടെ ഓപ്ഷൻ ബി JB കൃപലാനി. JB കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം 1946 മീരറ്റ് സെഷനിൽ വെച്ചാണ് INC പ്രസിഡന്റ് ആയത് കേട്ടോ. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 47 ആ സമയത്ത് നമ്മുടെ INC പ്രസിഡന്റ് എന്ന് പറയുന്ന ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് മുൻവർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും മെയിനായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എന്ന് പറയുന്നു. ഓക്കെ, സോ നമുക്ക് ഇതുപോലുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതും ടോപ്പിക്ക് വൈസുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.